ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ പാർലമെന്റിൽ മറുപടി പറയേണ്ടത് പാർലമെന്റിൽ തന്നെ മറുപടി പറയേണ്ടതല്ലേ? ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ നിങ്ങൾ പ്രതിഷേധിച്ചത് കുഴപ്പമില്ല, ഞാനിതാ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണം നമ്മൾ കാണുകയാണ്. എത്ര പരിഹാസ്യമാണത്! അതോടൊപ്പം ആഭ്യന്തരമന്ത്രി ഇതാ 21 ദിവസമായി എങ്ങനെയാണ് ഈ പെല്ലറ്റ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഈ ആണി വെച്ചുള്ള ലാത്തി ഉപയോഗിച്ചത്, ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ചെറിയ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളടക്കം അവിടെ CJPക്ക് പിന്തുണയുമായി തീരുന്നു. അവരെയൊക്കെ മർദ്ദിച്ച് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അവർക്ക് പരാതിയില്ലല്ലോ എന്ന വാദം എങ്ങനെയാണ് നിലനിൽക്കുക? അത് ഒരു ഗവൺമെൻറ് ഓഫീസ് പോലെയോ അല്ലെങ്കിൽ വിദ്യാലയം പോലെയോ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല പാർലമെൻറ്റ്. ആണ്ടിൽ പരിമിതമായ ദിവസങ്ങളിൽ മാത്രമാണ് പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് ചട്ടങ്ങൾക്ക് വിധേയമായി ധാരാളം ബിസിനസ് അവിടെ നടക്കാറുണ്ട്, നടക്കേണ്ട സ്ഥലവുമാണ്. അതിനെല്ലാം പുറമെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരിക്കുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു തരത്തിലുള്ള ഒരു ദേശീയ കുറ്റവിചാരണയ്ക്കുള്ള സ്ഥലം കൂടിയാണ് പാർലമെൻറ്റ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിചാരണ ചെയ്യുന്നു, ഉത്തരം ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ലോകത്തിലെ നമ്പർ 1 ഡെമോക്രസി എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പാർലമെൻറ്റ് പ്രവർത്തിക്കേണ്ടത് ഈ രീതിയിലാണോ എന്ന ചോദ്യമുണ്ട്. പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബോഫോഴ്സിൻ്റെ പേരിലൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷുബ്ധാവസ്ഥ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ രാജീവ് ഗാന്ധിക്ക് തന്നെ നേരത്തെ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്നത് അങ്ങേയറ്റം നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായ പാർലമെൻ്ററി സ്ഥാപനത്തോടും സംവിധാനത്തോടും വിശ്വാസവും കൂറും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാത്ത കുട്ടി മറ്റു കുട്ടികളുടെ പരിഹാസം ഭയന്ന് അല്ലെങ്കിൽ അധ്യാപകനെ ഭയന്ന് ക്ലാസ്സിൽ കയറാതെ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ കരുത്തനായ സർവശക്തനായ ഒരു ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രിയേക്കാൾ കരുത്തനാണ്, അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് വരാൻ കഴിയുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റ് മന്ദിരത്തിലുണ്ട്, പാർലമെൻറ്റിന് തൊട്ട് അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പാർലമെൻറ്റിനകത്ത് കയറുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലും അസൗകര്യത്തെ ഭയന്ന് വിട്ടുനിൽക്കൽ ആകണമെന്നില്ല. അങ്ങനെ അസൗകര്യത്തെ ഭയന്ന് മാറി നിൽക്കുന്നവരല്ല നരേന്ദ്രമോദിയും അമിത്ഷായും. അവരുടെ ഉദ്ദേശം ഈ പാർലമെൻ്ററി സ്ഥാപനത്തിൻ്റെ മൂല്യം, വില അത് ഇടിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക്, ഈ പാർട്ടിക്ക്, BJPക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. അവർക്ക് വേണ്ടത് ജനാധിപത്യമാണെങ്കിൽ അമേരിക്കൻ മാതൃകയിലുള്ള പ്രസിഡൻഷ്യൽ രീതിക്ക് വേണ്ടി പരസ്യമായി വാദിക്കുന്നവരാണ് അവർ. അപ്പോൾ പാർലമെൻറ്റിൽ വിശ്വാസമില്ലാതാക്കുക, പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം അർത്ഥരഹിതമാണ് എന്ന് തെളിയിക്കുക, ഈ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊള്ളും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അത് അവരുടെ ഒരു ലോങ് ടേം പ്ലാനിൻ്റെ ഭാഗം കൂടിയാണ്. പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എല്ലാം ഇല്ലാതാക്കുക. അങ്ങനെയല്ലല്ലോ നമ്മുടെ ജനാധിപത്യം പടുത്തുയർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു, ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വിമർശകനാണ്. പക്ഷേ എങ്കിൽ പോലും പാർലമെൻറ്റിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ബഹുമാനം, നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിന് വിശ്വാസ്യത നൽകിക്കൊണ്ട് അതിനെ ശാക്തീകരിക്കുന്നതിൽ നെഹ്റു പ്രകടിപ്പിച്ച ഒരു ആർജവം, പാർലമെൻറ്റിൽ സമ്മേളിക്കുന്ന ദിവസങ്ങളിൽ മുഴുവൻ സമയവും പാർലമെൻറ്റിൽ ഇരുന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അന്ന് പ്രതിപക്ഷ നേതാവൊന്നുമില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന ഒരു പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ AKG പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധാപൂർവം അത് കേട്ടുകൊണ്ടിരുന്നത്, അതിന് മറുപടി പറഞ്ഞിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ പാർലമെൻറ്റ് ഇപ്പോഴത്തെ അവിടെ പുതിയ മന്ദിരമാണല്ലോ, ആർഭാടത്തോടെയുള്ള ഒരു പുതിയ മന്ദിരം സ്ഥാപിച്ച് അവിടെയാണ് പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പുതിയ മന്ദിരം? അതിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, അവരുടെ അവകാശമാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് അത് ഭരണകക്ഷിയുടെ, പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അവരുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ അതിന് പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രതിപക്ഷം കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറണം, പ്രവർത്തിക്കണം, പാർലമെൻറ്റിൻ്റെ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്.
പക്ഷേ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? അത് പ്രധാനമായും ആ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയുടേത് തന്നെയാണ്. അതിന് പ്രധാനമന്ത്രിയെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം സ്പീക്കർക്കുമുണ്ട്. അവരെല്ലാം ചേർന്നാണ് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം സുഗമമായി വിഘ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസ്ഥ സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമല്ല. അങ്ങനെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനില്ല. പ്രതിപക്ഷം പലതും ചെയ്യും, നിരുത്തരവാദപരമായി പെരുമാറി എന്നൊക്കെ അല്ലെങ്കിൽ പാർലമെൻ്ററി ചട്ടം അൺപാർലമെൻ്ററിയായി പെരുമാറി എന്നൊക്കെ വന്നേക്കാം. അത് അനുവദനീയമാണ്, ആശാസ്യമാണ് എന്ന അഭിപ്രായമില്ലെങ്കിൽ പോലും അത്തരം സാഹചര്യങ്ങളെ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് ഒഴിവാക്കി പാർലമെൻറ്റ് നന്നായി പ്രവർത്തിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്. ആ പ്രധാനമന്ത്രി എവിടെ? അതാണല്ലോ ചോദ്യം. നമുക്ക് നെഹ്റുവിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഞാൻ അംഗമായിരുന്ന ലോക്സഭയിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് സഞ്ചാരമായിരുന്നു. പാർലമെൻറ്റിൽ സമ്മേളിക്കുമ്പോൾ അദ്ദേഹം ലോക സഞ്ചാരത്തിന് ഇറങ്ങും. അന്ന് അതിനെയൊക്കെ കഠിനമായി ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതല്ല. ഇപ്പോഴുള്ള അവസ്ഥ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിന് വിശദീകരണം നൽകേണ്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിന് തയ്യാറാകുന്നില്ല. ഇവിടെ ആ കുട്ടികളോട് എന്താണ് ചെയ്തതെന്നൊക്കെ ഞാനിനി കൂടുതലായി വിവരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കുട്ടികൾ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ അവർ പാർലമെൻ്ററി പ്രാതിനിധ്യമില്ലാത്തവരാണ്. അവരിൽ പലരും വോട്ടർമാർ പോലും ആയിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തങ്ങൾ തയ്യാറില്ല എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിനെയാണ് ഇവർ തള്ളിപ്പറയുന്നത്. ഈ പാർലമെൻറ്റിൽ ഒരു കാര്യവുമില്ല, അതൊരു അസംബന്ധ നാടകമാണ് അവിടെ നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കൂടി ഈ വിട്ടുനിൽക്കലിനെ കാണേണ്ടി വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.